ഗോഡ്സില -1 സിനിമയ്ക്ക് ബെസ്റ്റ് ഗ്രാഫിക്സിനുള്ള ഓസ്കാറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പലവർക്കും അതത്ര പിടിച്ചില്ല. കാരണം നമ്മുടെ കോങ്ങിലെ ഗോഡ്സിലയ്ക്ക് ബെസ്റ്റ് ഗ്രാഫിക്സിനുള്ള അവാർഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞാണ് പരാതി. പക്ഷെ ഒന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു ഗോഡ്സില എന്ന് പറയുന്നത് മറ്റേ കൊറിയനോ ജപ്പാനോ എന്ന് പറയുന്ന ഒരു ഗോഡ്സിലയാണ് ഇതിലുള്ളത്. അതിലുള്ള ഗോഡ്സില വേറെയാണ്. അപ്പോൾ പലർക്കും ഈ വ്യത്യാസം മനസ്സിലാവുന്നില്ലെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. മറ്റും 2 ഗോഡ്സില മൂവീസും ഗ്രാഫിക്സും നല്ല തന്നെ വ്യത്യാസമുണ്ട്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ ഒരു പടി 1% -1 തന്നെയാണ് ബെസ്റ്റ് ഗ്രാഫിക്സ് എന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് കൊടുത്തതും. പിന്നെ -0 വരുന്നുണ്ട്. അതിന് ചെറിയ ഗ്ലിംസ് പുറത്തിറക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലേക്ക് ഉൾപ്പെടെ വരുന്നുണ്ട്. പക്ഷേ ഉറപ്പായിട്ടും നമ്മുടെ ഗോഡ്സില തന്നെയാണ് നമ്പർ 1. മൈൻക്രാഫ്റ്റ് ദ മൂവി. പൊന്നു മക്കളെ, പേഴ്സണലി ഞാൻ പറയുവാണ്, എനിക്ക് പേഴ്സണലി ഒരു ഗെയിം ലൈവ് ആക്ഷൻ എടുത്ത് വെച്ച് ഏറ്റവും ഫേവറേറ്റ് മൈൻക്രാഫ്റ്റ് തന്നെയാണ്. കിടിലൻ ഡീറ്റെയിലിംഗ് ആണ്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കെലിറ്റനും പിന്നെ ആ ക്രീപ്പറൊക്കെ വരുന്നത് അയങ്കോളം ഒരു രക്ഷയുമില്ല. അങ്ങനെ സിനിമയുടെ 2ാം ഭാഗം ഒഫീഷ്യൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിനിമ 2027 റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനി ശരിക്കും ആ ഡ്രാഗനും വന്നിരുന്നെങ്കിൽ എന്നായിരിക്കും സ്ഥിതി. അവരൊക്കെ അതിൽ പോയി ഡ്രാഗനൊക്കെ കൊന്ന് ആ ഡ്രാഗൺ എഗ്ഗൊക്കെ എടുത്തിരുന്ന കീടിലം തന്നെയാണ്. അപ്പോൾ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ 2ാം ഭാഗത്തിന് വേണ്ടി ജസ്റ്റ് അടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്ക്. ജയറാമേട്ടൻ്റെ വലിയൊരു കമ്പാക്ക് തന്നെ നടത്തിയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ആശകൾ 1000. സിനിമ തിയേറ്ററിൽ എത്തിയൊരു കിടിലൻ റെസ്പോൺസ്, നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് സിനിമ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് നടത്താൻ പോവുകയാണ്. സിനിമ ഈ വരുന്ന 17-ാം തീയതി ആയിരിക്കും സിനിമ ഒഫീഷ്യൽ OTT റിലീസ് നടത്താൻ പോകുന്നത്.